ഞാനില്ല മുട്ട റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മൾ മുട്ട കൊണ്ട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാക്കും. മുട്ട ബിരിയാണി, മുട്ട ബോണ്ട, മുട്ട പപ്സ്, മുട്ടക്കറി, മുട്ട ഓംലേറ്റ്, അങ്ങനെ കുറേ ഉണ്ടാക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതേപോലത്തെ മുട്ട കൊണ്ട് പല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ, മുട്ട തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്, മുട്ട തേങ്ങ അരയ്ക്കാതെ വെക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെ മുട്ട ചിക്കുന്നുണ്ട്, മുട്ട ഉപ്പേരിയുണ്ട്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് മുട്ടേനെ കൊണ്ട്. ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതും അതേസമയം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇതിനധികം ഇതിൻ്റെ മുട്ട അതൊക്കെ പൊടികളൊക്കെ ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ പൊടികളാണ്. അത് പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ എഗ്ഗ് റെസിപ്പി ഉണ്ടാക്കിയത്. അതുപോലെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടാകാം. മുട്ട കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഓരോ ദേശത്ത് പോയാലും ഓരോ തരത്തിലാണ് മുട്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് സ്റ്റൈലായിരിക്കില്ല കേരളം. ഞാൻ കേരളത്തിൽ മുട്ട കൂട്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ മുട്ട എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന രീതിയും അവിടെ ഉണ്ടാക്കുന്ന രീതിയും വ്യത്യാസമാണ്. ഇവിടെ നമ്മളെല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. ഇപ്പോൾ വെളിച്ചെണ്ണയാണോ അതായത് അവിടെയെല്ലാം അത് മോസ്റ്റ്ലി കടല എണ്ണയും നല്ലെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ എണ്ണേൻ്റെ വ്യത്യാസം ഉണ്ടാവും, വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാകും നമുക്ക് അമ്മമ്മ അതായത് നമ്മൾ അമ്മ പറഞ്ഞു തന്ന രുചി, അതുപോലെ കല്യാണം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരുണ്ടാക്കുന്ന ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളമ്മ ഉണ്ടാക്കുന്ന രുചിയും വരും, നമ്മൾ വേറെ സ്ഥലത്ത് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കാൻ തുടങ്ങും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ടേസ്റ്റും വരും, നമ്മളെ അമ്മയമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റും വരും. അപ്പോൾ പക്ഷേ നമുക്ക് എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് വരില്ല, നമുക്ക് നമ്മുടേതായ രീതിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇപ്പോൾ പുറത്ത് ഹോട്ടലൊക്കെ കഴിക്കാൻ പോയാൽ നമ്മൾ അവിടുന്ന് മുട്ട കഴിക്കില്ലേ, മുട്ടേനെ കൊണ്ടുള്ള അതും വേറൊരു ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മുട്ടകൾ കഴിക്കും ഇല്ല. ഇങ്ങനെ ഒരുപാട് നമ്മൾ ഓരോരോ സ്ഥലത്ത് പോയാൽ ഓരോരോ ഡിഫറെൻറ്റ് ടേസ്റ്റിലായിരിക്കും നമ്മൾ മുട്ട കഴിക്കുന്നുണ്ടാവുക. എഗ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ, എഗ് റോള്, അതുപോലെ മുട്ട ചിക്കി പോയിച്ചെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മുട്ട ഉപ്പേരി എന്നാണ് അതിന് പറയുക. അങ്ങനെ മുട്ട തന്നെ ഒരുപാട് തരത്തിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കും. അതായത് എഗ് ഫ്രൈ ഉണ്ട്, എഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്, അങ്ങനെ കുറേ തരത്തിലുണ്ട്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാലും അവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് കഴിക്കും ഇല്ലേ, ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിക്കും. അങ്ങനെ അതിൽ നിന്നും നമുക്ക് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുക അത് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറില്ലേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലത് ഫെയിലാവും, ചിലത് നന്നായിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് നമ്മൾ വിചാരിക്കാറില്ല. അതുപോലെ ഞാനും വിചാരിക്കാം, ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഇതിലുള്ള റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ഇങ്ങനെ വീട്ടിൽ എന്തുകൊണ്ട് എനിക്കത് ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഇതൊരു റെസിപ്പിയായിട്ടും ഞാൻ റെസിപ്പി ചെയ്യുന്നതും വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ മുട്ട റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാനൊരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടുന്ന് വേറെ രീതിയിലായിരിക്കും വെക്കുക. ചിലർ തേങ്ങ അരച്ച് വെക്കും, തേങ്ങ അരയ്ക്കാതെ വെക്കും. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് ഒരു തരത്തിൽ വെക്കും. ചോറിനൊക്കെ ഞങ്ങൾ മുട്ടക്കറി കഴിക്കും. ചില ചോറിന് കഴിക്കില്ല, ചോറിന് ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ നമ്മൾ മുട്ടക്കറി കഴിക്കാറുണ്ട്. അത് തേങ്ങ അരച്ച് വെക്കും, തേങ്ങ ഒഴിക്കാതെ വെക്കും. ചിലർ ചിക്കുന്നത് പോലെ വെക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ ഈ എഗ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അതായത് അവിടുത്തെ വെള്ളം വ്യത്യാസമുണ്ട്, ഇവിടുത്തെ വെള്ളം വ്യത്യാസം. അതുപോലെ വെളിച്ചെണ്ണയും നമ്മളിവിടെ അധികം കോക്കനട്ട് ഓയിലാണ് നമ്മൾ അധികം ചെയ്യാറ്. അവിടെ ഞാൻ പറഞ്ഞ കടല എണ്ണയും നല്ലെണ്ണയൊക്കെയാണ് ജാസ്തി യൂസ് ചെയ്യുന്നാലും മെജോറിറ്റി നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ മുട്ട റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നതാണ്. നല്ലെണ്ണയിൽ നമ്മൾ മുട്ടക്കറിയും അതുപോലെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി രസവും ഇത് മൂന്നും ഉണ്ടാക്കിയാൽ പ്രത്യേകം നല്ലെണ്ണേൻ്റെ മണം ഉണ്ടാവും, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് നമ്മളൊരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയാൽ ആ നാട്ടിലെ അനുയോജ്യമായ ആ ക്ലൈമറ്റ് അനുയോജ്യമായത് രീതിയിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക. ഒരു ഇന്ത്യയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കില്ല നമ്മൾ ഇന്ത്യയിൽ വെളിയിൽ പോയാൽ കഴിക്കുന്നുണ്ടാവും.
അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഞാനങ്ങനെ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ഇന്ത്യക്കകത്ത് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇന്ത്യക്കകത്ത് തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഹൗസ് ബാംഗ്ലൂരിൻ്റെ അടുത്താണ്. പിന്നെ ഹൈദരാബാദ് അങ്ങനെ ഒരു സ്ഥലത്ത് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി അങ്ങനെ കുറേ ഉണ്ടാവില്ലേ, അങ്ങനെ ഓരോ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഓരോ നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഡിഷസൊക്കെ ഡിഫറെൻ്റാണ് ഇല്ലേ. നമ്മുടെ കേരളത്തിലെ ഫുഡ് ഐറ്റംസ് പോലെ ആയിരിക്കില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വയ്ക്കുന്ന ഓരോ കറിയും വ്യത്യാസം ഉണ്ടാവും. ഞാനുണ്ടാക്കിയ മുട്ട റെസിപ്പീൻ്റെ മുട്ടേനെ കൊണ്ടുള്ള മുട്ടക്കറി റെസിപ്പി കാണാം. ഞാൻ ഉണ്ടാക്കിയ മുട്ട റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെയാണ് മുട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം. മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സാധാരണ മുട്ട എടുത്ത് പുഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മുട്ടേൻ്റെ മസാല ഉണ്ടാക്കാൻ പോകണം. ഒന്നുമില്ല, നമ്മളെ കശ്മീരി ചില്ലി, നോർമൽ മുളക്, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, മല്ലിപ്പൊടി, ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാം. ഇതാണ് ഞാൻ പൊടിച്ച എഗ് മസാല പൗഡർ. അതിനുവേണ്ടി 2 തക്കാളി ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞു, പിന്നെ വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കഴുകി കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പൊടി, ഇത് കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിലേക്ക് മുട്ടകൾ ഓരോന്നായിട്ട് എടുത്തിടണം. നമ്മൾ വേവിച്ച് വെച്ച മുട്ടകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിടണം. പിന്നെ തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ അതിൻ്റെ മസാലയുടെ ഉള്ളിൻ്റെ ഒക്കെ മിക്സ് അതിനകത്താക്കാൻ വേണ്ടിയിട്ട് മുട്ട അകത്തുനിന്ന് പൊടി ഉണ്ടാക്കിയിട്ട് ആ മസാല ഇതിനകത്തേക്ക് ചേർക്കണം. അതിലേക്ക് കുറേയൊക്കെ ആയിട്ട് ചേർക്കണം. അതിൻ്റെ അകത്തേക്ക് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. മസാല മുട്ടയൊക്കെ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. അടച്ചിട്ട് വേവിക്കണം. അതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടണം. അവസാനം എൻ്റെ മുട്ടക്കൂട്ടാൻ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ വെച്ച് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും.